ഹലോ ഗൈസ്, അപ്പൊ ഇന്നൊരു ഗുരുവായൂർ യാത്രയിലെ വോട്ട ഏറ്റിനിടെ കണ്ടാലോ. ഞാൻ അന്നത്തെ ദിവസം എന്തൊക്കെയാണ് കഴിച്ചെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. ഏത് യാത്രയ്ക്ക് പോയാലും സ്നാക്സ് കൊണ്ടുപോകണമെന്ന് നിർബന്ധമാണല്ലോ. അങ്ങനെ ഈ യാത്രയിൽ ഞങ്ങൾ കുറച്ച് സ്നാക്സ് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയ ഉടനെ ഞങ്ങൾ പക്കാവടയാണ് കഴിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് നൈറ്റിലത്തേക്കുള്ള ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഗൈസ്. നമുക്ക് ട്രെയിനിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ, ഒട്ടും വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ റിസ്ക് എടുക്കേണ്ടെന്ന് കരുതി ഞങ്ങൾ വീട്ടിൽ നിന്നാണ് ഫുഡ് കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങൾ ചപ്പാത്തിയും ഉള്ളിക്കറിയാണ് കേട്ടോ കൊണ്ടുപോയത്. അങ്ങനെ അത് ഞങ്ങൾ ട്രെയിനിൽ ഇരുന്ന് കഴിച്ചേ. അത് കഴിഞ്ഞ് ഈ കാണുന്ന കപ്പലണ്ടി മുട്ടയും കൂടെ കഴിച്ച് ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗുരുവായൂരെത്തി. ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ 2 മണിയായിട്ടോ. അങ്ങനെ ഞങ്ങൾ കയറി ഉടനെ തന്നെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഒരു കോഫി കഴിച്ചു. അത്യാവശ്യം ഒക്കെ ആയിട്ടുള്ള കോഫി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോ പ്ലെയിൻ ദോശ കൂടെ പറഞ്ഞ് അവിടെ ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ പ്ലെയിൻ ദോശയും ചട്നിയും കൂടെ കഴിച്ചു കേട്ടോ. പിന്നീട് ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കുന്നത് 12 മണിക്കാണ് ഗൈസ്. രാവിലെ കാപ്പിയൊന്നും കുടിച്ചില്ല. അങ്ങനെ നേരെ കയറി ചോറ് കഴിക്കാനായിട്ട് കയറി. ഞങ്ങൾ വെജിറ്റേറിയൻ ഊണാണ് പറഞ്ഞത്. ആ കടയിൽ കയറി ഇതായിരുന്നു ഗൈസ് അവസ്ഥ. ഈ ഒരു കറി എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ഒരു ഇലയിട്ട ഒരു കറിയായിരുന്നു. അത് ഞാൻ കഴിച്ചില്ല. പിന്നെ ഞാൻ പൊതുവെ യാത്ര പോയി കഴിഞ്ഞാൽ ഈ സാമ്പാർ, ഉരുളക്കിഴങ്ങ് പോലെ ഗ്യാസുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല കേട്ടോ. പിന്നെ പരിപ്പ് പോലും ഇല്ല ഗൈസ്. വെറുതെ എന്നെ നോക്കിച്ചിരിക്കുന്ന ഒരു പപ്പടം ഉണ്ടായിരുന്നു. കൊണ്ടാട്ട മുളക് അതുണ്ടായിരുന്നു. ഈ കറി ഒന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ അവിടെ സാമ്പാർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ രസം ഉണ്ടായിരുന്നു. അങ്ങനെ ഭാഗ്യത്തിന് ഞാൻ ആ രസവും ആ പച്ചച്ചോറും ആ കൊണ്ടാട്ട മുളകും കൂടെയാണ് ഗൈസ് കഴിച്ചത്. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ട ആ ഒരു എക്സ്പ്രഷൻ മനസ്സിലാവും. ഞാൻ വേണ്ടാതെയാണ് കഴിച്ചത്. പിന്നെ അത്രയും നേരം ഞാൻ ഫുഡ് കഴിക്കാതിരുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ചോറ് ഉണ്ണണമെന്നുണ്ടായിരുന്നുകൊണ്ട് ഞാനത് ആ വിശപ്പിൽ അങ്ങ് വാരി കഴിച്ചു കേട്ടോ. ആ ഉണ്ടമുളകിന് ഭയങ്കര എരിയായിരുന്നു ഗൈസ്. അത് ഞാൻ ഉടച്ച് നാക്കി തേച്ച്. എനിക്കാണെങ്കിൽ അവിടെ എരിഞ്ഞിട്ട് ഇരിക്കാൻ വയ്യ. അവസാനം എരി മാറ്റാനായിട്ട് ഞാൻ ഈ അരുൺ ഐസ്ക്രീമും കൂടെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ തൃശ്ശൂർ വന്നു. തൃശ്ശൂർ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എത്തി. അപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നിട്ട് വയ്യ. കാരണം ചോറ് കഴിച്ചതേ ഒട്ടും ഓക്കെ ആയില്ല. അങ്ങനെ അവിടെ ഒരു കടയിൽ കയറി നല്ലൊരു ഷാർജ കുടിച്ചു. അത് കഴിഞ്ഞ് ഗൈസ് ഈ ഒരു ടൊമാറ്റോ ഫ്ലേവർ വരുന്ന ഈ ഒരു ലേസ് കൂടെ കഴിച്ചായിരുന്നേ. പിന്നെ വടക്കുന്ന സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഐസ്ക്രീം കണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ ഈ ഒരു ഐസ്ക്രീം കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരെണ്ണത്തിന് 40 രൂപയാണ് വില. ഇച്ചിരി വില കൂടുതലല്ലേ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു. ഞാൻ കഴിച്ചിട്ട് കുറച്ച് മനുവിന് കൊടുത്തു. കാരണം എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ അത്ര ഇഷ്ടമല്ല. എന്നാലും ഒക്കെ ആയിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ നൈറ്റ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത്. ഞാൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അനീഷും ആരതിയും ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ മനു ഈ ഒരു ബീഫിൻ്റെ റോസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ വീശപ്പം ഇതുമാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ നന്നായിട്ട് ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഇത്രയും ദിവസം വ്രതമായിരുന്നു ഗൈസ്. അങ്ങനെ ആ ഒരു വ്രതമൊക്കെ മുറിച്ച് നന്നായിട്ട് നോൺ വെജ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പം ഇത്രയാണ് ഞങ്ങളുടെ ഗുരുവായൂർ ട്രിപ്പിൽ ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അതുവരെ ടാറ്റാ.